അന്യഭാഷാ നടിമാരെല്ലാം മലയാളത്തിൽ ഒരു സിനിമ അഭിനയിച്ചാലും മലയാളികൾ അവരെക്കുറിച്ച് തിരക്കാറും അന്വേഷിക്കാറുമൊക്കെയുണ്ട്. അത്തരത്തിൽ മര്യാദരാമൻ തുടങ്ങി നിരവധി ചെറിയ ചെറിയ സിനിമകളുടെ സാന്നിധ്യം അറിയിച്ച മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് നിക്കി ഗൽറാണി. എന്നാൽ നിക്കി ഗൽറാണി വിവാഹം കഴിച്ചതും ഒരു നടനെയാണ് എന്ന് ഭൂരിഭാഗം പ്രേക്ഷകർക്കും അറിയില്ല. തെലുങ്ക് നടിയാണ് താരമെങ്കിലും മലയാളത്തിലൂടെയായിരുന്നു നിക്കി ഗൽറാണിയുടെ തുടക്കവും. 1983 അതുപോലെ ഓം ശാന്തി ഓശാന, വെള്ളിമൂങ്ങ തുടങ്ങിയ സിനിമകൾ കൂടാതെ ദിലീപിനോടൊപ്പമുള്ള മര്യാദരാമനിലും അഭിനയിച്ചതിലൂടെ പ്രേക്ഷകർ താരത്തിനെ ഏറ്റെടുത്തു. സുപരിചിതയായ നടി തമിഴിലും തെലുങ്കിലുമൊക്കെ സജീവമായി പിന്നീട് മാറുകയും ചെയ്തു. നടൻ ആദി പിനിഷെട്ടിയാണ് നിക്കിയുടെ ഭർത്താവ്. അധികം ഗോസിപ്പ് കോളങ്ങളിലൊന്നും പെടാതെയായിരുന്നു ഇരുവരും വിവാഹം കഴിച്ചത്. ഏറെ നാളത്തെ സൗഹൃദവും പ്രണയത്തിനും ശേഷമാണ് ഇരുവരും വിവാഹം കഴിച്ചത്. അധികം ആർക്കും അറിയാത്ത ഒരു പ്രണയ വിവാഹം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹ വാർത്ത ആരാധകരെ സംബന്ധിച്ച് വളരെയധികം ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. എങ്ങനെയായിരുന്നു ഇത്രയും നാളും രഹസ്യമായി വച്ചത് എന്നായിരുന്നു എല്ലാവരും ചോദിച്ചത്. എങ്ങനെ ഇത്രയും നാളും രഹസ്യമായി പ്രണയിച്ചു എന്നും അന്ന് ഇവരുടെ വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ ചോദിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് നടി പറഞ്ഞ വാക്കുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ഞാനും ആദ്യം വിവാഹത്തിന് മുൻപേ തന്നെ നല്ല സുഹൃത്തുക്കളായിരുന്നു. യാവരനെയും ഞാൻ കാക്ക എന്ന ചിത്രത്തിൽ ഒന്നിച്ച് അഭിനയിച്ചതിനു ശേഷം തുടങ്ങിയ സൗഹൃദമാണത്. അന്ന് തനിക്ക് 21 വയസ്സായിരുന്നുവെന്ന് നടി വെളിപ്പെടുത്തി. ആ പ്രായത്തിൽ ഞാൻ എടുത്ത തീരുമാനമാണ്, അല്ലെങ്കിൽ എനിക്ക് വന്ന തിരിച്ചറിവാണ്. ഇനി ആദ്യമാണ് എൻ്റെ ജീവിതം എന്നത്. രണ്ടുപേർക്കും ഉള്ളിൽ പ്രണയമുണ്ടായിരുന്നു. പക്ഷെ ആദ്യ കുറച്ചുകൂടെ ചിന്തിച്ച് മെച്ചോർഡായി തീരുമാനമെടുക്കാമെന്ന നിലപാടിലാണ് ഞാൻ മുൻകൈ എടുത്ത് പറഞ്ഞു എന്നാണ് നിക്കി പറയുന്നത്. സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമാണ് എന്ന് തുറന്നു പറഞ്ഞത് നിക്കി തന്നെയായിരുന്നു. അപ്പുറത്ത് നിന്ന് വരുന്നത് ഒരു എസ്സാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും നിക്കി അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ചിന്തിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതിനെല്ലാം ഒരു അവസരം കൊടുക്കുകയായിരുന്നു നിക്കി ചെയ്തത്. ഐ ലൈക്ക് യു എന്ന് വരെ പറയുമെങ്കിലും ലവ് യു എന്നതിൽ ആദി എഴുതിയിരുന്നില്ല. ആ ഘട്ടത്തിലാണ് ഞാൻ തന്നെ മുൻകൈ എടുത്ത് എന്ന് നിക്കി പറയുന്നത്. എത്ര വർഷം പ്രണയിച്ചു എന്ന് ചോദിച്ചാൽ അത് പറയില്ല. കണ്ണ് തട്ടുമെന്നായിരുന്നു നിക്കിയുടെ ആദ്യത്തെ പ്രതികരണം. പിന്നീട് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ 8 വർഷമാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ വിവാഹത്തിലേക്ക് കടന്നതും 8 വർഷത്തിന് ശേഷമാണ്. ആ പ്രണയം സ്വകാര്യമായി വയ്ക്കുക എന്നത് ഞങ്ങൾ ഒരുമിച്ച് ബോധപൂർവം തീരുമാനിക്കുന്ന ഒന്നായിരുന്നു. ഇതിനിടയിൽ ഞങ്ങൾക്കിടയിൽ വലിയൊരു പ്രശ്നം നടന്നു. ഇനി ഈ ബന്ധം മുന്നോട്ട് പോകില്ല എന്ന് വരെ തീരുമാനിച്ചു. പിരിയാമെന്ന സ്റ്റേജ് വരെ എത്തി. ജീവിതത്തോടുള്ള ഞങ്ങൾ രണ്ടുപേരുടെയും കാഴ്ചപ്പാട് ഒരുപോലെയാണെങ്കിലും വ്യക്തിഗത അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിന്റെ വ്യത്യാസം ഞങ്ങളിൽ നല്ലപോലെ ഉണ്ടായിരുന്നു. വ്യക്തികൾ വ്യത്യാസമുള്ളത് ഞങ്ങളിടയിൽ ജീവിതത്തോട് തന്നെ എപ്പോഴും ചേർന്ന് നിന്നിരുന്നു. കാഴ്ചപ്പാട് ഞങ്ങളെ ചേർത്ത് നിർത്തി. മുന്നോട്ട് പോകില്ല എന്ന അവസ്ഥ വന്നപ്പോഴും അത് ഞങ്ങൾക്ക് മനോഹരമായി കൈകാര്യം ചെയ്യാൻ സാധിച്ചു. വളരെ പക്വതയോടെ പരിഹരിച്ചത് അതുകൊണ്ട് തന്നെയാണെന്ന് പറയാം. അങ്ങനെയാണ് ആരാണ് പ്രശ്നമെന്ന് പരിഹരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ക്രെഡിറ്റ് ഒരാൾക്ക് മാത്രം ഏറ്റെടുക്കാൻ സാധിക്കില്ല. നല്ലതോ ചീത്തയോ എന്നത് അറിയില്ല. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിൽ നല്ല മാറ്റങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചതെന്ന് നടി വെളിപ്പെടുത്തുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.